ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോയി ചേട്ടൻ്റെ 9ാം ഡെത്ത് ആനിവേഴ്സറിയാണ് ഇന്ന്. ആ ദിവസത്തിൽ ഇവിടെയുള്ള കുടുംബാംഗങ്ങളെല്ലാവരും ഒന്ന് എത്തിച്ചേരുക എന്നുള്ളത് ജോയി ചേട്ടൻ്റെ ഭാര്യ, ഞങ്ങളുടെ മൂത്ത ചേച്ചി ഡെയ്സി ചേച്ചിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും പള്ളിയിൽ പോയി കുർബാനയിൽ പങ്കെടുത്ത് സെമിത്തേരിയിൽ ഒപ്പീസും പ്രാർത്ഥനയിലും എല്ലാം കൂടി മനോഹരമായിട്ട് കുഞ്ഞുമക്കളും ഒക്കെ ആയിട്ടൊക്കെ ഒന്ന് ഒത്തുകൂടുകയുണ്ടായി. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. എല്ലാവരോടും വളരെ സ്നേഹത്തോടെ ഇടപെട്ടു പോകുന്ന നമ്മുടെ കുടുംബത്തിലും നാട്ടിലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറിന് ഉടമയായിരുന്നു പ്രിയപ്പെട്ട ജോയി ചേട്ടൻ. എന്ത് കാര്യത്തിനും എന്താവശ്യത്തിനും ആരെന്ത് സഹായം ചോദിച്ചാലും ചെയ്തു തരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ചേട്ടൻ. അതോടൊപ്പം തന്നെ കളികൾക്കാണെങ്കിലും എന്തിനും മുൻതൂക്കം കൊടുത്ത് മുന്നോട്ട് പോകുന്ന ആൾ. എബിക്കും കുടുംബത്തിനും ഉണ്ണിക്കുട്ടനും കുടുംബത്തിനും കുഞ്ഞുഞ്ഞിനും അതുപോലെ സൂര്യ, ആഷ്ന, സോണിയ, സോമി എന്നിവർക്കും എത്തിപ്പെടാൻ സാധിച്ചില്ല. അവർക്കൊക്കെ വല്ലാണ്ട് മിസ് ചെയ്യും ഇതൊക്കെ. ഏറ്റവും വലിയ ഭാഗ്യം ടോണിക്കും കുടുംബത്തിനും ഐവനും കുടുംബത്തിനും എത്തിപ്പെടാൻ പറ്റിയെന്നുള്ളതാണ്. അതുപോലെ ആൻചേൻ്റെ ചേച്ചി ചേച്ചിക്കും എത്തിപ്പെടാൻ പറ്റിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒത്തുചേരണം എന്നുള്ളതിനൊക്കെ ഡെയ്സേച്ചിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. എപ്പോഴെങ്കിലുമൊക്കെ നമുക്കൊക്കെ അതിനുള്ളൊരു ചുമ്മാ മിണ്ടിയും പറഞ്ഞു ഒക്കെ ഇരിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ എല്ലാവരും വരണം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും പ്രത്യേകം ക്ഷണിക്കുകയും വേണ്ട ഭക്ഷണവും കാര്യങ്ങളും എല്ലാം ക്രമീകരിക്കുകയും ഒക്കെ ചെയ്ത് ഞാൻ ഇതെല്ലാം നോക്കി ഡെയ്സേച്ചി എന്തൊക്കെയാണ് കുറവുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്താണെന്നൊക്കെ നോക്കി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളുമൊക്കെ കൃത്യമായിട്ട് നമ്മുടെ മൂത്ത ചേച്ചിയാണ് വളരെ കൃത്യതയോടെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യുന്നു. മക്കളൊക്കെ വളരെ ആസ്വദിച്ച് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഭക്ഷണം കഴിക്കാനാണെങ്കിലും എല്ലാം കൂടെ അവർക്കൊന്ന് കുറച്ച് ഒത്തുകൂടാനും കളിക്കാനും ഒക്കെ മക്കൾക്കൊക്കെ ഭയങ്കര രസമായിരുന്നു. അതിനുള്ള ഒരു അവസരം കൂടിയായിരുന്നു ഇത്. അമ്മച്ചിക്കാണെങ്കിലും ഭയങ്കര സന്തോഷം ഡെയ്സേച്ചിയുടെ എല്ലാവരെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പം. ഇനിയും വരണം കേട്ടോ പിള്ളേരെയൊക്കെ കൂട്ടി എന്നൊക്കെ പറയുകയുണ്ടായി. കണ്ടില്ലേ, മക്കളൊക്കെ പല പല കഥകളും ഒക്കെ പറഞ്ഞ് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അങ്ങനെ മുന്നോട്ട് പോകണം. ലെക്സിയൊക്കെ ആണെങ്കിലും വളരെ ആക്റ്റീവായിട്ടുണ്ട്. ലെക്സനും അലക്സും എല്ലാം. പിന്നെ ഓരോ നാട്ടുവിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടൊക്കെ മുന്നോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഒത്തുചേരുന്ന സമയത്ത് മിക്കവാറും ഞങ്ങളെല്ലാവരും തന്നെ ഇവിടെയുള്ളവരൊക്കെ കാണുന്നതൊക്കെ ആണെങ്കിൽ പോലും എന്നാലും വിഷയദാരിദ്ര്യമൊന്നും ഇല്ലാതെ പല കാര്യങ്ങളും സംസാരിക്കുവാനും ഒക്കെ പറ്റി. ഈ ഒത്തുകൂടുതൽ ഏറ്റവും കൂടുതൽ ചിലപ്പം മിസ് ചെയ്യുന്നത് ജോസേണ്ണനും ലൂസിയച്ചിയും അതോടൊപ്പം എബിയും കുടുംബമൊക്കെ ആയിരിക്കും. അതോടൊപ്പം തന്നെ റാണിയും കുടുംബവും പിന്നെ നമ്മുടെ എന്താ പറയുക, എൻ്റെ ഫാമിലിക്കും പിള്ളേർക്കൊന്നും വരാൻ പറ്റിയില്ല. ആശയ്ക്കാണെങ്കിലും പോരാൻ പറ്റിയില്ല. റോസ്മോളും മെറിമോളും ജോഹാനും ഒക്കെ നല്ല പെർഫോമൻസൊക്കെ കാഴ്ച വെക്കേണ്ടതൊക്കെ ആയിരുന്നു. അതെല്ലാം പോയി. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് വരാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു. അപ്പം ഡെയ്സേച്ചിക്കൊക്കെ ഭയങ്കര ഒരു സങ്കടമായി. പ്രത്യേകം അന്വേഷിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മളോടൊക്കെ എല്ലാ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടൊക്കെയാണ് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുകയും എല്ലാം ചെയ്തതൊക്കെ. എന്ത് ചെയ്യാം, ഓരോ അവസ്ഥകളല്ലേ. അപ്പം പറ്റുന്ന എല്ലാവരും അങ്ങനെ ചേരുകയും ഇതൊക്കെ ചെയ്യുന്നത് വളരെ ഒരു സന്തോഷം നിറഞ്ഞ നല്ലൊരു ദിവസമായിരുന്നു ഇന്നത്തെ ദിവസം. പ്രത്യേകിച്ച് ജോയിച്ചേട്ടൻ്റെ നല്ല നല്ല ഓർമ്മകളെല്ലാം മനസ്സിൽ എല്ലാവരും സൂക്ഷിച്ച് ജോയിച്ചേട്ടന് ആത്മശാന്തിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാനും ഒക്കെ സമയം കണ്ടെത്തി ഉള്ള ആളുകളെല്ലാവരും ഹൃദയം തുറന്ന് സംസാരിക്കാനും ഒക്കെ നല്ലൊരു അവസരം പ്രത്യേകം ഒരുക്കി തന്ന
ഡെയ്സി ചേച്ചിക്ക് ശരിക്ക് നല്ലൊരു നന്ദിയും നല്ലൊരു നേതൃത്വ ഗുണമൊക്കെ ഉള്ള ആളാണ്. അതുകൊണ്ടാണ് വേണ്ട കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചത്. ചില അഭിപ്രായങ്ങൾ ചോദിച്ചു എന്നല്ലാണ്ട് ബാക്കിയെല്ലാം ഇതെല്ലാം സെറ്റാക്കിയത് മുഴുവനും ഡെയ്സി ചേച്ചി തന്നെയാണ്. എനിക്കും ഒത്തിരി സന്തോഷം തോന്നി ചേച്ചിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റിയല്ലോ എന്ന് ഓർത്തിട്ട്. വേറൊന്നും കൊണ്ടല്ല, ഡെയ്സി ചേച്ചി പറഞ്ഞു ഭക്ഷണമോ കാര്യമോ എന്നുള്ളതല്ലല്ലോ, നമുക്ക് കുറച്ച് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാമല്ലോ. അപ്പോൾ എല്ലാവർക്കും നല്ല ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, പരസ്പരം സംസാരിക്കാനും മിണ്ടിപ്പറഞ്ഞിരിക്കാനും ഒക്കെ. അപ്പോൾ അതിനൊക്കെയുള്ളൊരു വേദി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ ഒരു ജോയിച്ചാൻ്റെ ഈ ഓർമ്മ ദിനത്തിൽ എന്ന് മാത്രമല്ല, നമ്മുടെ ഈ ഫാമിലിക്കെന്ന് മാത്രമല്ല, ആർക്കാണെങ്കിലും ഇപ്പം എല്ലാവരും മൊബൈലിനും സോഷ്യൽ മീഡിയയുടെയും ഒക്കെ ഇതിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് കുടുംബാംഗങ്ങൾ മക്കളെയും എല്ലാവരെയും ഒന്നിച്ചു കൂട്ടി നമുക്കൊരു ടൂറ് പോകാനോ കുറച്ച് സമയം വലിയ പൈസ മുടക്കൊന്നും ഇല്ലാത്ത രീതിയിലാണെങ്കിൽ പോലും കുറച്ച് സമയം എല്ലാവരുമായിട്ട് ഒന്ന് ഒത്തുചേർന്ന് സംസാരിക്കാനും ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാം. നമ്മുടെ കുടുംബം നമ്മൾ മാത്രം എന്നുള്ളതിൽ നിന്ന് ചുരുങ്ങിപ്പോകാതെ എല്ലാവരെയും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന രീതിയിൽ എല്ലാവർക്കും സാധിച്ചാൽ അത് വളരെ മനോഹരമാക്കാൻ സാധിക്കും എന്ന് മാത്രം ഞാൻ പറയുകയാണ്. അപ്പോൾ ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത് ഞങ്ങളെല്ലാവരെയും ഒത്തുകൂട്ടുകയും എല്ലാം ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡെയ്സി ചേച്ചിക്ക് ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.